മെയിൻ ഷെഫാണ് സുധി ഭാസ്കർ. അതെ, നമ്മളെ 3 മാസമായിട്ട് മാറിക്കോളും. അതുകൊണ്ടാണ് എനിക്കൊരു പേടി. ഇതൊക്കെ ഡയലോഗ് വോയിസ് ഉണ്ട്. ഐറ്റം മംഗലാപുരം ഗുലാബാണ്. ഓണക്കാലത്തിൽ കഴിച്ച ബിരിയാണിയെ പോലെ ഉണ്ട്, മണമില്ല. അങ്ങോട്ട് പോയി അവിടെ എത്താൻ പൈസ മുണ്ടില്ല. അവിടുന്ന് അതുപോലെ പെട്ടെന്ന് വീട്ടിൽ ഒരു പാത്രം കഴുകാൻ മാത്രം. ഇനി ഇത് പാത്രം കഴിയാണ് പിന്നെ കാട്ടില്ല. അത് കഴുകണം. പാത്രം കൊടുത്തു. മെയിൻ ഷെഫാണ് സുധി ഭാസ്കർ. അതെ, നമ്മളെ വെറുതെ ഒരു പാത്രം അതിന്റെ കാര്യത്തിൽ ഇങ്ങനെ ലൈനിങ് ക്രോസിംഗ് നോക്കിയേ. ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അടുത്ത സ്വീകരണത്തിന് പോകാം. ഇതൊരു പണി കിട്ടാം. ഈ കവറിൽ കിട്ടണം. ഇതിക്കിട്ട് അങ്ങനെ ഇത് പെട്ടെന്ന് ഉടയില്ലേ? പിന്നെ ഫ്രൈ ചെയ്യണോ? ഫ്രൈ ആക്കാനല്ലേ ഇതിന്റെ കൂടെ തന്നെ അതൊന്നും പാടാതെ നല്ല
കയറ് പോകട്ടെ. ഇത് ആരാ അവിടെ എത്ര രൂപ വാങ്ങുന്നത് അത് മസ്കര അത് പൊടിഞ്ഞു ഒരു വെറൈറ്റി അടിപൊളിയാവല്ലേ ചിക്കന് പിടിക്കില്ലേ ചന്ദ്ര കണ്ട കണ്ടിരുന്ന് അരെ കൂത്തി ഇന്നലെ അടിയുണ്ട് മാക്സിമം പറയും മുടിയൊക്കെ ഉണ്ടോ 3 മാസമായിട്ട് മാറിക്കോളൂ. കൊണ്ടാണ് എനിക്കൊരു പേടി. ഇതൊക്കെ ഡയലോഗ് വോയിസ് ഉണ്ട് കട്ടിയേണ്ട ആവശ്യം കട്ടി ഇത് സൺഫ്ലവർ ഏതാണ്? സൺഫ്ലവർ ആണ് ഞങ്ങളുടെ സൂര്യാന്തര. വേറെ സൺഫ്ലവർ അല്ല ഇവിടെ വേറെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ സാധനം താവില്ല അറിയില്ല സൺഫ്ലവർ എടുത്താൽ സെൻട്രലിൽ ഇത് ലോഡാണ് ഞാൻ പറഞ്ഞ ഈ മേലെ ഈ തൊട്ട് ഞാൻ പറഞ്ഞ ഇതൊന്നും ചെയ്യണ്ട നന്നായി പോയി ഇതുവരെ ഞാനൊരു കാശ്മീർ കിട്ടും ഞാൻ ആരോട് ചോദിച്ചു മഞ്ഞപ്പൊടി ഇച്ചിരി മല്ലിപ്പൊടി എടുക്കാം ഓറാക്കാം. തൈര് തൈര് ചെറിയ തൈര് എടുത്തോ. തൈര് എടുത്തോ. തൈര് എടുക്കാൻ പറ്റണം. അത് ചിക്കൻ്റെ ആണ് കേട്ടോ. ആ സാധനത്ത് വേണം. ഇത് മസാല പറ്റിട്ട് നമുക്ക് ആ പാത്രത്തിൽ മാറ്റണം. എന്നിട്ട് ഉള്ളി വാട്ടിയേ പിടിച്ചേക്കട്ടെ. സക്കരി പോയി ആ അവനും ഇവര് എവിടെ അതാരാ അതാരാ അയ്യോ എന്നോട് മൂവി ഞാൻ തരാം പെട്ടതാ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഞാൻ തരാം ഓവറാക്കല്ലേ മല്ലിക്കുത്ത് മല്ലിക്കുത്ത ആ ചെന്നിക്കുത്ത് ഓൻ്റെ കൊടുക്കാതെ അതൊക്കെ കൊടുത്തില്ലേ ഗരം മസാല കൊടുത്തില്ലേ ഉപ്പാരിടും ഞാൻ ഇട്ടുകൊണ്ട് ഇത്രക്ക് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉപ്പിടാനാ പണി. വേണ്ടപ്പെട്ട സാധനം സോൾട്ട് തൈരാറ് ഇത് കഴിക്കത്താണ് ഓവറായി അത് ഓവറായി കഴിഞ്ഞാൽ ഞാൻ തരാം കുറച്ചുകൂടെ അല്ല അവിടുത്തെ ഉപ്പ് ഇവിടുത്തെ ഉപ്പ് ഒരുപാട് വ്യത്യാസം ഉണ്ട്. എന്താ ഞാനേ പോട്ടെ നല്ല കട്ട പറ്റുന്നില്ല സാധാരണ ഇവരെ പോരാന്ന് പറഞ്ഞു ഇതൊരു പണി ചെയ്യും.
നമുക്ക് ലൂട്ടോ കളിക്കാം ഞങ്ങള് ഇല്ല ഇത്ര വീട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു രണ്ടാക്കി കൂടാക്കാം ചോറ് നോക്ക് ഇയാള് കുട്ടി വിളിച്ചിട്ടുണ്ടാവോ ഞാൻ പൂട്ടാ ചോറൊക്കെ അത് വേറെ പക്ഷെ ഞാൻ ടൈം പറഞ്ഞ നോക്കണ്ട അതെ അതെ പൊട്ടി പിടിച്ച് മാറാൻ പൊട്ടി പിടിച്ചത് വേറെ ഇപ്പത്തെ ക്രിസ്മസ് അല്ലേ ഇത് വേറെ സംഭവം. ഈ പാത്രത്തിൽ തൈര് ഒഴിക്കണ്ടേ എടാ മോയന്റെ ഫസ്റ്റ് തൈരളിച്ച് ഒഴിച്ചത് ഞാൻ തൈര് ഒഴിച്ചിട്ടാ തൈര് ഒഴിച്ചോടാ അല്ല ഞാൻ പൊട്ടിച്ചു തന്നിട്ടുള്ളൂ ഒഴിച്ചില്ല ഞാൻ നിജ പൊട്ടിച്ചെന്ന് ചിരിക്കുക അല്ല ഇതങ്ങനെ പാക്കറ്റ് ചോദിക്കണം അതിപ്പഴല്ല അത് ഈ ചെമ്പ് ഫ്രീ ആയിട്ട് അത് ഇട്ടിട്ട് ആദ്യം ഓയിൽ ഇട്ടിട്ട് 2 വറ്റലുണ്ട് അത് കഴിഞ്ഞിട്ട് ആ ഉള്ളി വാട്ടാണ്ട് അത് കഴിഞ്ഞിട്ട് ഈ സാധനങ്ങളൊക്കെ ഇടാട്ടോ അത് ഞാൻ പറഞ്ഞുതരാം വെറുതെ ഇങ്ങനെ അതിന്റെ മൂടി എന്ത് പ്രവാസിയാണെന്ന് പറഞ്ഞു വെറുതല്ല തക്കാളി ഇട്ടേ ഇയാൾ നിൽക്കുമ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്തില്ല അതിന്റെ വീര്യം നഷ്ടപ്പെടുള്ളൂ ഇങ്ങനെ ആക്കിയാൽ എനിക്ക് തിരിച്ചു വരും അത് റൈറ്റാണ് അടി കൂടെ ഇട്ടാണ് കൈക്ക് പൊള്ളൂട്ടാ ഇത് നന്മന്റെ ഉണ്ടോ അത് ചിക്കൻ ഉണ്ടാക്കി ചിക്കൻ ഉണ്ടാക്കി അതായത് ഞാൻ പറഞ്ഞു ആദ്യം ഈ സാധനം ഉണ്ടായിട്ടുണ്ട് ഈ സാധനം ജസ്റ്റ് വാർത്ത ഇതിപ്പോ ഈ ഉള്ളി വാടിയതിനു ശേഷം വെള്ള കളറാവും ഈ സാധനം മാറി വെള്ള കളർ ഉണ്ടാക്കണല്ലേ എന്താ വെച്ചുണ്ടാക്കി നമുക്കൊന്ന് യോഗ ഇല്ല ചേട്ടാ അങ്ങനെ പാടില്ല ഒരു കാര്യം പറയട്ടെ എന്നോട് സ്റ്റാർട്ട് ചെയ്ത ടൈലറോട് പോകും ഇല്ലല്ലോ ഇങ്ങോട്ട് നോക്കി അവർക്ക് ആർക്കും തരത്തില്ല ഇല്ല പറഞ്ഞ ഇപ്പൊ പോകുന്നേ നമ്മൾ ഒഴുക്കിനെതിരെ തിന്നുന്ന ആൾക്കാരാണ് നീന്തറജി അതെ കേട്ടാ ഇവരെന്താ നമ്മക്ക് ബിരിയാണി ഞാൻ വീട്ടിലുണ്ടാക്കിയല്ല അത് പറയാനാ പറഞ്ഞത് എന്താ വേണം പറഞ്ഞിട്ടുണ്ടാക്കിയാണ് അപ്പൊ ഞാൻ അങ്ങനെ പറയാ എന്നോട് ഞാൻ ഫോണിലേക്ക് പോയില്ലേ ആദ്യം സവാള ആദ്യം വാട്ടിന്റെ പൊന്നോ അതിന്റെ വാട്ട് നമുക്ക് മനസ്സിലായ ആ മണം പോവാൻ മതി ഇതൊക്കെ പഠിക്കുകയും മൂട്ട പറയട്ടത് അങ്ങനെ നല്ല മുപ്പുണ്ട് ബസ് ബസ് ഇത് വെള്ള കളർ തരില്ല ഒന്നും പിടിക്കണില്ല അടി പിടിച്ച് പണിട്ടോടാ അല്ലെങ്കിൽ ആ ഉദ്ധാവും കല്ലക്ക് കല്ലക്ക്
അതൊക്കെ ക്ലീൻ ചെയ്തൊക്കെ സെറ്റാക്കണ്ടാവും. എമർജൻസി ആയിട്ട് പോകണം. അതുകൊണ്ട് പറയുന്നത് എന്നോട് എന്നോട് കുടിക്കാം. ഇത് വാടി കഴിഞ്ഞൊരു ഒരു വെള്ള കളർ വരും. ചോപ്പൊക്കെ മാറ്റിയൊരു വെള്ള കളർ വരും. അത് ഏത് കളറിൽ നമ്മൾ ഫോട്ടോ എടുത്തിരിക്കണം. ശരിടാ എൻ്റെ മറ്റേ ഫോണിലാണൊക്കെ. അതല്ലേ ഞാൻ സീരിയസ് ആയിട്ട് തമാശ കുട്ടിയെ വിളിക്കാൻ പോണ ചെക്കൻ വിളിക്കാത്ത മുങ്ങല്ല. ഞാൻ പറയണ പോലെ ചെയ്യാൻ പറ്റും. റെഡി അല്ലേ? ഇത് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നറിയോ? ഇതാ വാട്ടി കഴിഞ്ഞാൽ വെച്ചിട്ട് മുളിക്കിട്ട് കൊടുക്കുക. മുളിക്കിട്ട് കൊടുത്ത് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ചിക്കൻ വെള്ളം ഇറങ്ങി ഈ സാധനമായി കലയായി റോസ്റ്റ് ആയി കഴിഞ്ഞാൽ ഈ സാധനം മാറ്റിയിട്ട് ആ സാധനം ഇടുന്നതിന് മുമ്പേ ഈ സാധനം ലേശം സൺഫ്ലവർ വെച്ചിട്ട് ഈ സാധനം മൂപ്പിക്കുക. മൂപ്പിച്ചതിന് ശേഷം അരി ഇടുക. ചിക്കൻ എടുത്തിട്ട് ഈ പാത്രം മൊത്തത്തിൽ നിന്ന് എന്നിട്ട് മാറ്റി പറഞ്ഞേക്ക്. ഞാൻ പറഞ്ഞേക്ക് ചിക്കൻ മൊത്തം മാറ്റി കുറച്ച് റൈസ് മാത്രം മുകളിലിടുക. എന്നിട്ട് ആ ചിക്കൻ്റെ മസാല സെൻറ്ററിലിടുക. ചിക്കനും മസാലയും അതിൻ്റെ മുകളിൽ കുറച്ച് ആ റൈസ് ഇടുക. വീണ്ടും 2 ലെയർ ആക്കിയതിന് ശേഷം ഇത് അടച്ചു വെക്കുക. മൈദ മേടിക്കുക. മനസ്സിലായില്ലേ? ഈ കൈ അവതൊന്നും വെച്ചോ. എന്താ തണുപ്പിൽ വണ്ടി ഓടിച്ചിട്ട് കൈ കളിക്കണല്ലേ പാടില്ലേ? ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ. കാര്യങ്ങളിൽ ഉപ്പ് ഇട്ടിട്ടില്ല. അതിൽ വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പൊ വെള്ളം വരില്ല. അപ്പൊ കാറ്റ് തടയാൻ വേണ്ടിട്ട് കുറെ ഒരു സൈഡിലൊക്കെ കാറ്റ് തടയുന്നേ. ഇജാതി കാറ്റാ അടിപൊളി കയറില്ലേ? പിന്നെ കറി ഉണ്ടാക്കണേ അതിന് കൊള്ളാൻ വെച്ചോ. എന്തെങ്ങനെ നല്ല എന്തെങ്കിലും വേണ്ടത് വെള്ളത്തോടാ അല്ല ഇങ്ങനെ എത്ര ക്ലാസ് ഊറ്റിയെടുത്താൽ മതി. അതിന് കാലിന്റെ പുറത്തപ്പോ
കഞ്ഞിയാ പോലെ ആവും. ചെറുനാരങ്ങ നന്നായിട്ട് എന്താ ഈ സാധനം ജീരകം അത്ര വേണ്ട. എന്താണ് ഇത്? ചെറുനാരങ്ങ അങ്ങനെ പറഞ്ഞേ. അത് വെറുതെ ആവശ്യമില്ലാത്ത കുറേ സാധനമുണ്ട്. അത് കിട്ടും. കറി മുകളിൽ വെക്കാം. അടാ ഇന്ന് പൊട്ടത്തിനെ തെറിപ്പിച്ചാണ് അടി പിടിച്ചിരുന്ന പല ആൾക്കാരും പല അത് ശ്രദ്ധിക്കണം. അടിയിട്ട് വരില്ലല്ലോ, അഭിപ്രായം പല ആൾക്കാർ പിടിച്ച അടി പിടിക്കുന്നത് അത് വരില്ലല്ലോ. അങ്ങനെ എടുക്കാൻ വരുന്നേ അടിയിട്ട് ഇളക്കിയാൽ വരുള്ളൂ. കയ്യിൽ തട്ടുമ്പോൾ അതിന്റെ മണം ഉണ്ടാവും. ആ കാണുന്നത് കഴിച്ചാലേ എല്ലായിടത്തും പരത്തി വെച്ചോ, പരത്തി വെച്ചോ. എടാ ഞാനെന്ത് ചെയ്ത് ഇപ്പൊ ഒക്കെ എന്റെ വെച്ചിട്ടേ പൈസനും ഇയാൾ നമ്മുടെ പ്രശ്നത്തിൽ ഞാനെന്ത് പരത്തി കൊടുക്ക്. ഇളക്കിയാലേ വരുള്ളൂ. അടി പിടിക്കൂടാ. അടി പിടിക്കുന്ന ടൈമായില്ല. അത് ബിരിയാണി അങ്ങനെ വരാ. ചോറ് പിന്നെ എങ്ങനെ ഇളക്കാൻ വേണ്ടി പോയതാണ്. ഇവിടെ വന്നിട്ട് വെള്ളം പോലെ ആക്കി വെച്ചേക്കണ്. ബിരിയാണി ചിക്കൻ കറി പോലെ ആക്കി വെച്ചേക്കണ്. ഇവിടെ അങ്ങനെ ഒരു പരിപാടി കൊളാക്കിയല്ല, അതേപോലെ ആ കളർ ഞാനേ ഹസ്ബൻഡ് ബിരിയാണി വെള്ളം ഒഴിക്കോ. ചോറായി ഇപ്പൊ ചിക്കനില് സലാഡെല്ലാം അതൊക്കെ നല്ല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ. വേറെ ലെവൽ. ഏത് റേഞ്ചിലും
എല്ലാവർക്കും ഒരു മൈക്കുള്ളൂ എന്നാലും സംസാരിക്കണ കേൾക്കുള്ളൂ. ഒന്ന് മാത്രം മാറ്റി എന്താ പല്ലിയുടെ ഒത്ത പാടുള്ളത് എത്ര ഞാൻ ചെയ്തൂടെ ഇതൊക്കെ ഞാൻ ചെയ്തില്ലേ ഇത് വടക്കൊക്കെ ചെയ്യില്ലേ വന്നിട്ട് നന്നാക്കി നാളെ 8 മണിക്കാണ് കാരണം ആരും ഹെൽപ്പിന് വേണ്ട ഹെൽപ്പിന് വന്നിട്ട് കുറെ കോളാക്കി വെച്ചാണ് അതെ അന്നേരം നൂഡിൽസ് ഉണ്ടാക്കി അങ്ങനെയായിരുന്നു. അവിടെ നൂഡിൽസ് ഉണ്ടാക്കിയില്ലേ? വീട്ടിലേറാനല്ല പറമ്പില. എന്നാ ഞാൻ വീട്ടിൽ ഉണ്ടാക്കി ഞാൻ വിളിച്ചാ അല്ല ഇപ്പൊ ഫുഡ് ടേസ്റ്റ് ഉണ്ടോ എന്നാലും കുറ്റം പറയല്ലേ? സപ്പോർട്ട് ചെയ്യും. അതന്നെ പറഞ്ഞ ഞാൻ റെഡിയാണ് നാളെ 8 മണിക്ക്. ഞാൻ ഏറ്റവും വലിയ സപ്പോർട്ടാണ്. അന്നെ ഞാൻ വിളിക്കാം. ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നത് മതി. ഞാൻ അവിടെ ഫുഡ് കണ്ടിട്ട് പോകാനാണ് ഇവിടെ വന്നപ്പോൾ അവസ്ഥ. ഇപ്പോഴും സാധനം ടേസ്റ്റ് ഉണ്ടോ? മനസ്സിലായിട്ടില്ല എവിടെ മറ്റേ പുതിയ പിന്നെ ഞാനല്ലേ മോളിട്ട പോലെ അണ്ടിപ്പരിപ്പ് മുന്നണി പൊളിക്കാൻ ഞങ്ങൾ കുറച്ചേരം വെച്ചോ. എല്ലാരും കഴിക്കും. ഞാൻ ഒരു കാര്യം ഫുഡ് പൊളിച്ചു. നെക്സ്റ്റ് ടൈം ഞാൻ തീർച്ചയായിട്ടും മംഗളപുരം സുലഭം സത്യമാണല്ലോ അന്ന് ഭയങ്കര പറയല്ലോ. ഒന്നും വേണ്ട. അല്ല ഇത് വണ്ടി ഇതൊക്കെ പശുവിന് കൊടുത്താൽ പോലും തിന്നില്ല. ഒരു പ്ലേറ്റ് കൂടി കുറവുണ്ടോ? കറക്റ്റായോ? എന്തോ റിവ്യൂ ഉണ്ടായിരുന്നു കണ്ടില്ലേ യൂട്യൂബിൽ. ഇത് വേണേ ഇട്ടോ യൂട്യൂബിൽ വന്നിട്ടുണ്ടല്ലോ കണ്ടിട്ടില്ല. കാണിച്ചാലോ ഇതോ ഇതോ
ചാനലിൽ അവരുടെ പേജിലുണ്ടല്ലോ അച്ചുവ ട്രോൾസിൽ അവർക്ക് ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്ത് കൊടുത്താണ്. നമ്മൾ പേയ്മെന്റ് ഒന്നും പഠിച്ചിട്ടില്ല. അഡീഷണൽ അല്ലല്ല കുടിക്കണം. ഇത് കുടിക്കണം. അപ്പൊ കമന്റ് ഒക്കെ വരുന്നുണ്ടാവും. നല്ല കമന്റ് ഉണ്ടാവും. അതൊക്കെ ബിരിയാണി ചെമ്പ് കൂടി കാണിച്ചു കൊടുക്കാം. കാലേ ചെമ്പ് എല്ലാവരുടെയും അഭിപ്രായം പറയാം ബിരിയാണിനെ പറ്റിയിട്ട്. എങ്ങനെയുണ്ട് ബിരിയാണി? ബിരിയാണി കഴിച്ചാൽ ബിരിയാണിയുടെ കുറവ് വെച്ചാൽ അടുത്ത നെക്സ്റ്റ് ഞങ്ങൾ ഐറ്റം മംഗലാപുരം ഗുലാബാണ്. കൊറോണ കാലത്തിൽ കഴിച്ച ബിരിയാണിയെ പോലെ ഉണ്ട്, മണമില്ല, ടേസ്റ്റ്. ഞങ്ങള് കഴിക്കാൻ ഒരു പ്രേരണ ഞങ്ങൾക്ക് കിട്ടിയത് ഈ പന്നിനെ വിളിച്ചു വരുത്തി ഞാനാ. ഒന്നത് ഞാൻ കഴിക്കാനുള്ളത്, പിന്നെ ഞങ്ങൾ ചോരയാണ്, നൻപനാണ്, അതിന്റെ ഒരൊറ്റ പേരിലാണ് ഈ ബിരിയാണി ഒക്കെ കഴിച്ചത്. ഞങ്ങൾ പൈസെല്ലാം കൊണ്ട് വെപ്പിക്കാൻ തന്നെയായിരുന്നു. ഞങ്ങൾ നാളെ പൈസെല്ലാം കൊണ്ട് വെപ്പിക്കും. പക്ഷെ നന്മ നാളെ വരും. അതുപോലെ അത് പറ്റാറുണ്ട്.